1. സെയിന്റ് തെരേസ ഓഫ് ലിസ്യോ. 1873 ജാനുവരി 2 ഫ്രാൻസിൽ മാരി അസലി ഗുവറിൻ മാർട്ടിൻ്റെയും ലൂയിസ് മാർട്ടിൻ്റെയും മകളായി ജനിച്ചു. ഒരു നല്ല കത്തോലിക്ക കുടുംബത്തിലാണ് തെരേസ ജനിച്ചത്. വളരെ സന്തോഷത്തോടെയായിരുന്നു മാതാപിതാക്കളോടും 5 സഹോദരിമാരോടുമൊപ്പമുള്ള അവളുടെ ജീവിതം. എന്നാൽ 4-ാം വയസ്സിൽ സ്വന്തം അമ്മയുടെ മരണത്തോടെ അവൾക്ക് വേർപിരിയലിന്റെ വേദന അസഹനീയമായി. ആശ്വാസത്തിനായി അവൾ കന്യാമറിയത്തിലേക്ക് തിരിഞ്ഞു. സ്കൂളിൽ അവൾ അസന്തുഷ്ടയായിരുന്നു. അവളുടെ ഓരോ കാര്യങ്ങളിലുമുള്ള കൃത്യതയും ഭക്തിയും മറ്റു കുട്ടികളിൽ അസൂയ ജനിപ്പിച്ചു. അങ്ങനെ അവളുടെ പഠനം വീട്ടിലേക്ക് ചുരുങ്ങി. സഹോദരി സെലിൻ ആണ് അവളെ പഠിപ്പിച്ചിരുന്നത്. അവളുടെ സഹോദരി കോൺവെന്റിലേക്ക് പോയതോടെ വീണ്ടും തെരേസ ഒറ്റപ്പെട്ടു. വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം കോൺവെന്റിൽ ചേർക്കപ്പെട്ട തെരേസ പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. തന്നോട് എതിർപ്പ് കാട്ടുന്നവരെ സ്നേഹത്തിലൂടെ തിരിച്ചു കൊണ്ടുവരുന്ന സ്വഭാവ രീതി ആയിരുന്നു തെരേസയുടേത്. ഒരു മിഷനറിയായി ആഫ്രിക്കയിലോ ചൈനയിലോ പോകുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും മോശമായ ആരോഗ്യസ്ഥിതി മൂലം കോൺവെന്റിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വന്നു. കിടപ്പിലായ തെരേസ മുതിർന്ന കന്യാസ്ത്രീകളുടെ പ്രചോദനത്താൽ തന്റെ ആത്മീയ വഴിയെക്കുറിച്ച് എഴുതുവാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്വന്തം ആത്മകഥയായ സ്റ്റോറി ഓഫ് എ സോൾ. 1897 സെപ്റ്റംബർ 30 24-ാം വയസ്സിൽ ക്ഷയരോഗം ബാധിച്ച് തെരേസ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഇംഗ്ലണ്ടും തമ്മിൽ അതിഭീകരമായ യുദ്ധം നടക്കുന്ന അവസരമായിരുന്നു അത്. ഫ്രാൻസ് തോൽക്കുമെന്ന സ്ഥിതിയായി. ഫ്രാൻസിനെ രക്ഷിക്കാനായി ജോവാനെ നിയോഗിക്കുവാൻ ദൈവം തിരുമനസ്സായി. അതിനായി ദൈവം അവൾക്ക് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇക്കാര്യം പുറത്തു പറയുവാൻ അവൾ ധൈര്യപ്പെട്ടില്ല. സൈന്യത്തെ ഫ്രാൻസിന്റെ അതിർത്തിയിൽ നിന്നും പിൻവലിക്കണമെന്ന അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് 1429 ഏപ്രിൽ 22 ഈശോ മറിയം എന്ന മുദ്രണം ചെയ്യപ്പെട്ട ഒരു പതാകയുമായി അവൾ ആൺവേഷത്തിൽ യുദ്ധം ആരംഭിച്ചു. ധീര പോരാട്ടങ്ങൾ നടത്തി ജോവാൻ പല വൻ വിജയങ്ങളും കരസ്ഥമാക്കി. തങ്ങളുടെ പരാജയത്തിന് കാരണമായ ജോവാനെ ശത്രുക്കൾ മതദ്രോഹക്കുറ്റം ആരോപിച്ച് 1431 മെയ് 30 ജീവനോടെ ദഹിപ്പിച്ചു. ജോവാനെക്കുറിച്ച് നടത്തിയ വിസ്താരവും വിധിയും 1451 5-ാം നിക്കോളാസ് മാർപ്പാപ്പയുടെ ആജ്ഞപ്രകാരം പുനർവിചാരണയ്ക്കെടുക്കപ്പെട്ടു. അതുവഴി ജോവാന്റെ ജീവിത വിശുദ്ധിയും നിഷ്കളങ്കതയും തെളിയിക്കപ്പെട്ടു. 1920 മെയ് 16 റോമിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ബെനഡിക്റ്റ് 15-ാമൻ മാർപ്പാപ്പ ജോവാനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. കത്തോലിക്ക സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിശുദ്ധയാണ് ജോവാൻ. 3. സെയിന്റ് ആഗ്നസ് ഓഫ് റോം. റോമൻ കത്തോലിക്ക സഭയിൽ വളരെ ചെറുപ്പത്തിലെ രക്തസാക്ഷിയാകേണ്ടി വന്ന ഒരു പുണ്യവതിയാണ് വിശുദ്ധ ആഗ്നസ്. ലാറ്റിൻ പദമായ ആഗ്നസ് എന്ന വാക്കിനർത്ഥം കുഞ്ഞാട് എന്നാണ്. ആയതിനാൽ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ആഗ്നസിനൊപ്പം ഒരു കുഞ്ഞാടിനെയും നമുക്ക് കാണാൻ സാധിക്കും. പെൺകുട്ടികളുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞവരുടെയും കന്യകമാരുടെയും അറിയപ്പെടുന്ന മധ്യസ്ഥയാണ് റോമയിലെ വിശുദ്ധ ആഗ്നസ്. റോമ രാജ്യത്തെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ 291 ആഗ്നസ് ജനിച്ചു. ആ സമയം റോമ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയായിരുന്നു. കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്ന ആഗ്നസിനെ വിവാഹം ചെയ്യുവാൻ റോമൻ യുവാക്കൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സന്യാസ ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന്
തുറന്നു പറഞ്ഞ അവളോട് നീരസം തോന്നിയ യുവാക്കൾ ആഗ്നസ് ഒരു ക്രിസ്ത്യാനിയാണെന്ന് റോമൻ ന്യായാധിപനെ അറിയിച്ചു. ക്രിസ്ത്യാനികളെ നിർബന്ധിച്ച് മതം മാറ്റുന്ന സമയമായിരുന്നു അത്. ആഗ്നസ് ഒരു ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞ റോമൻ ന്യായാധിപൻ വിശ്വാസം പരിത്യജിച്ച് ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കുവാൻ അവളോട് ആജ്ഞാപിച്ചു. ആഗ്നസ് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ മർദ്ദകർ പീഡനോപകരണങ്ങളെല്ലാം അവളെ കാണിച്ചു. എന്നിട്ടും ആ ബിംബത്തെ ആരാധിക്കാതെ ആഗ്നസ് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഏതൊരു ദുർഘടാവസ്ഥ വന്നാലും ഈശോ തന്റെ സ്വന്തമായവരെ സംരക്ഷിക്കും എന്നായിരുന്നു ആഗ്നസിന്റെ മറുപടി. ഏതൊരു ശിക്ഷയും ഇതിനുവേണ്ടി ഏറ്റുവാങ്ങുവാൻ ആഗ്നസ് തയ്യാറായിരുന്നു. കുപിതനായ ന്യായാധിപൻ നഗരത്തിന്റെ തെരുവിലൂടെ അവളെ നഗ്നയാക്കി നടത്തുവാൻ ആജ്ഞാപിച്ചു. നഗരത്തിലെത്തിയപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. രാജസേവകർ അവളുടെ വസ്ത്രം വലിച്ചു കീറാൻ തുടങ്ങിയപ്പോൾ ആഗ്നസിന്റെ തലമുടി വളർന്നു വന്ന് അവളുടെ ശരീരത്തെ ആവരണം ചെയ്തു. ഭയചകിതരായ നഗരവാസികൾ ഈ കാഴ്ച കാണാൻ നിൽക്കാതെ അവിടെ നിന്നും പലായനം ചെയ്തു. എന്നിട്ടും ഒരു യുവാവ് അവളെ ഉപദ്രവിക്കുവാൻ വന്നെങ്കിലും ഒരു മിന്നൽ പിണർ ഉണ്ടാവുകയും ആ യുവാവ് കാഴ്ച നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലിടുന്ന അവസ്ഥയിലാവുകയും ചെയ്തു. ആഗ്നസിന് എന്തോ അമാനുഷിക ശക്തിയുണ്ടെന്ന് മനസ്സിലായ ന്യായാധിപൻ തന്റെ വിവാഹ അഭ്യർത്ഥനയുമായി അവളെ സമീപിച്ചു. വിവാഹാഭ്യർത്ഥന നിരസിച്ച ആഗ്നസിനെ മരണശിക്ഷയ്ക്ക് അയാൾ വിധിച്ചു. 304 ആണ്ടിൽ 13 വയസ്സിൽ ശിരസ് ഛേദിക്കപ്പെട്ട് ആഗ്നസ് രക്തസാക്ഷിയായി ലോകത്തോട് വിട പറഞ്ഞു. ജാനുവരി 21 വിശുദ്ധ ആഗ്നസിന്റെ ഓർമ്മ ദിവസമായി ആചരിക്കുന്നു. 4. സെയിന്റ് മരിയ ഗൊരേത്തി. കത്തോലിക്ക സഭയിലെ രക്തസാക്ഷിയായ ഒരു വിശുദ്ധയാണ് മരിയ ഗൊരേത്തി. 1890 ഒക്ടോബർ 16 ഇറ്റലിയിൽ ജനനം. മരിയ തെരേസ ഗൊരേത്തി എന്നായിരുന്നു യഥാർത്ഥ പേര്. പിതാവ് ലൂയിജിയുടെയും മാതാവ് അസൂന്തയുടെയും 6 മക്കളിൽ 3ാമത്തെ മകളായിരുന്നു മരിയ. മരിയയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ പിതാവ് മരണമടഞ്ഞു. ആ കുടുംബം വളരെ ദരിദ്രരായി തീർന്നു. അവളുടെ അമ്മയും സഹോദരങ്ങളും പാടത്ത് ജോലി ചെയ്യുമ്പോൾ വീട് വൃത്തിയാക്കുകയും പാചകം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നത് കുഞ്ഞു മരിയയായിരുന്നു. വളരെ കഷ്ടത നിറഞ്ഞ ജീവിതമായിരുന്നുവെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും വളരെ സ്നേഹത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസവും സ്നേഹവും അവർ പങ്കുവച്ചു. തന്നെ ഉപദ്രവിക്കുവാൻ വന്ന അലക്സാൻഡ്രോ എന്ന യുവാവിനോട് പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുവാനുള്ള ധീരത ആ 11 വയസ്സുകാരി കാട്ടി. അലക്സാൻഡ്രോയുടെ കയ്യിലുണ്ടായിരുന്ന കഠാര കൊണ്ട് പലതവണ കുത്തേറ്റു പിടഞ്ഞു വീണ മരിയയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. 1902 ജൂലൈ 6 11ാം വയസ്സിൽ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് മുൻപ് അവൾ അലക്സാൻഡ്രോയ്ക്ക് മാപ്പ് കൊടുക്കുകയും അയാളെ തനിക്ക് സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന് പറയുകയും ചെയ്തു. 30 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അലക്സാൻഡ്രോ മരിയയുടെ മാതാവ് അസൂന്തയെ കാണുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. മരണശയ്യയിൽ മരിയ അയാൾക്ക് മാപ്പ് കൊടുത്തെങ്കിൽ തനിക്കും ക്ഷമിക്കാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് അവർ മാപ്പ് നൽകി. അന്ന് തന്നെ അവർ 2 പേരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. കുഞ്ഞു വിശുദ്ധ എന്ന് വിളിച്ചുകൊണ്ട് എന്നും മരിയയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചിരുന്ന അലക്സാൻഡ്രോ ഓർഡർ ഓഫ് ഫരിയാസ് മൈനർ കപ്പൂച്ചിൻ എന്ന സന്യാസ സഭയിൽ ചേരുകയും 1970 മരണമടയുകയും ചെയ്തു. 1947 ഏപ്രിൽ 27 മരിയയെ 12ാം പിയൂസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും 1950 ജൂൺ 24 വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ചടങ്ങിൽ മരിയയുടെ അമ്മയും 4 സഹോദരങ്ങളും അലക്സാൻഡ്രോയും പങ്കെടുത്തിരുന്നു. ലോകത്തിന്റെ സൗന്ദര്യങ്ങളിൽ കുടുങ്ങി സ്വർഗത്തിന്റെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തരുത് എന്നായിരുന്നു കുഞ്ഞു വിശുദ്ധയുടെ സന്ദേശം. 5.
6. സെയിന്റ് ഫ്രാൻസിസ്കോ ആൻഡ് സെയിന്റ് ജസീന്ത. സഹോദരങ്ങളായ ഫ്രാൻസിസ്കോ 1908 ജൂൺ 11 ജസീന്ത 1910 മാർച്ച് 11 ഫാത്തിമായുടെ അടുത്തുള്ള പോർച്ചുഗലിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ചു. അവരുടെ കസിൻ സിസ്റ്റർ ലൂസിയയുടെ ഓർമ്മക്കുറിപ്പുകൾ അനുസരിച്ച് ഫ്രാൻസിസ്കോ സംഗീതം ഇഷ്ടപ്പെട്ടിരുന്നവനും ജസീന്ത നൃത്തത്തോടൊപ്പം വളരെ മധുരമുള്ള ആലാപന ശബ്ദവും ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു. 1916 ഫാത്തിമയിലെ വയലുകളിൽ ആടുകളെ മേയ്ക്കാൻ പോയ കുട്ടികൾ ഒരു മാലാഖയുടെ നിരവധി ദൃശ്യങ്ങൾ കണ്ടതായി കസിൻ ലൂസിയ രേഖപ്പെടുത്തുകയുണ്ടായി. ഈ മാലാഖയിൽ നിന്ന് പഠിച്ച നിരവധി പ്രാർത്ഥനകൾ പിന്നീട് ലൂസിയ രേഖപ്പെടുത്തുകയുണ്ടായി. 1917 മെയ് 13 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട മറിയം തുടരെ ജപമാല ചൊല്ലുവാൻ പറയുകയും അതോടൊപ്പം പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമെന്നും പറയുകയുണ്ടായി. അതിനുവേണ്ടി കടുത്ത ത്യാഗപ്രവൃത്തികളും പരിഹാര ബലികളും ആ കൊച്ചുകുട്ടികൾ അനുഷ്ഠിച്ചു പോന്നു. 6 മാസത്തേക്ക് എല്ലാ 13-ാം തീയതികളിലും അതേ സ്ഥലത്ത് കുട്ടികൾ എത്തണമെന്ന് മറിയം അവരോട് പറയുകയും ചെയ്തു. 1918 പടർന്നു പിടിച്ച മാരകമായ പകർച്ചവ്യാധികളുടെ ഇരകളാണ് ഈ സഹോദരങ്ങൾ. മറിയം തനിക്ക് പ്രത്യക്ഷപ്പെട്ടതായും അവരെ ഉടൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്തതായും 1918 ഒക്ടോബറിൽ ജസീന്ത ലൂസിയയോട് പറഞ്ഞു. മാലാഖയുടെ നിർദ്ദേശപ്രകാരം മണിക്കൂറുകളോളം ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുവാൻ അവർ തുടങ്ങി. അസുഖബാധിതരായ ഫ്രാൻസിസ്കോ 1919 ഏപ്രിൽ 4 തന്റെ 10-ാം വയസ്സിലും ജസീന്ത 1920 ഫെബ്രുവരി 20 തന്റെ 9 വയസ്സിലും ഈ ലോകത്തോട് വിട പറഞ്ഞു. 1946 വിശുദ്ധീകരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. 1935 രണ്ടുപേരുടെയും കല്ലറ തുറന്നപ്പോൾ ജസീന്തയുടെ മുഖം അഴുകാത്തതായി കണ്ടെത്തി. 2000 മെയ് 13 ജോൺ പോൾ II മാർപ്പാപ്പ അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. 2017 മെയ് 13 ഫാത്തിമയിലുള്ള ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദി റോസറിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു.